നമസ്കാരം. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ചുരങ്ങൾ ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണല്ലേ? അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വേഗത്തിലൊന്ന് പഠിച്ചെടുക്കാം. റെഡിയല്ലേ? ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്ക് നിന്ന് തുടങ്ങി തെക്കോട്ട് ഒരു യാത്ര നടത്തും. ഈ യാത്രയിൽ ഓരോ ചുരത്തെക്കുറിച്ചുമുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ലോക്ക് ചെയ്തു പോകും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ ആകെ 16 ചുരങ്ങളുണ്ട്. പക്ഷെ എല്ലാം കൂടി പഠിച്ച് തല പുണ്ണാക്കണ്ട. പരീക്ഷയ്ക്ക് സ്ഥിരമായി ആവർത്തിച്ചു വരുന്ന കുറച്ചെണ്ണുണ്ട്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിലാണ്. അപ്പൊ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഓർമ്മശക്തി ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? ഈ കാണുന്ന 8 പ്രധാനപ്പെട്ട ചുരങ്ങളിൽ എത്ര എണ്ണത്തിന്റെ പേര് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ശരി, നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. നേരെ വടക്കോട്ട് പോകാം. അതായത് കേരളത്തെ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന ചുരങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ലിസ്റ്റില് 2 എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേത് ആലറ്റി ചുരം. ഇത് കാസർഗോഡാണ്. എന്താണിതിന്റെ പ്രത്യേകത? ഇതാണ് കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ചുരം. ഇതൊരു ഉറപ്പായ ചോദ്യമാണ്. രണ്ടാമത്തേത് പേരാമ്പാടി ചുരം. കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ഈ ചുരം ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്താണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഓർത്തുവെക്കണം. ഓക്കേ, ഇനി നമ്മൾ പോകുന്നത് ആളുകളെ എപ്പോഴും കൺഫ്യൂഷനാക്കുന്ന 2 ചുരങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്നവർക്ക് ഭയങ്കര ഇഷ്ടവുമാണ് ഈ ഭാഗം. അപ്പോ ഇവിടെയാണ് ഏറ്റവും വലിയ തെറ്റുപറ്റാൻ സാധ്യത. താമരശ്ശേരി ചുരം. കേൾക്കുമ്പോൾ തന്നെ വയനാട് ഓർമ്മ വരും അല്ലേ? പക്ഷേ അല്ല. വയനാടിന്റെ കവാടമെന്നറിയപ്പെടുന്ന ഈ ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇത് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോളൂ. പിന്നെ നാടുകാണി ചുരം മലപ്പുറത്താണ്. നിലമ്പൂരിനെ ഗൂഡല്ലൂറുമായി ബന്ധിപ്പിക്കുന്നു. നാ ഫോർ നാടുകാണി, നീ ഫോർ നിലമ്പൂർ, നാനി എന്ന് ഓർത്താൽ മതി. ഇനി നമ്മൾ എത്തുന്നത് പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരത്തിലേക്കാണ്. ഏതു പരീക്ഷ എടുത്താലും ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. ഇതൊരു ചെറിയ ചുരമല്ല. ഏകദേശം 40 കിലോമീറ്റർ വീതിയുള്ള ഒരു ഭീമാകാരമായ വിടവാണിത്. പശ്ചിമഘട്ട മലനിരകളെ അക്ഷരാർത്ഥത്തിൽ 2ആയി മുറിക്കുന്നൊരിടം. ഇത് പാലക്കാടിനെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. ഈ സ്ലൈഡിലെ ഓരോ പോയിന്റും ഓരോ ചോദ്യമാണ്. ഏറ്റവും വലിയ ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും. ഇതിലൂടെ പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. ഒഴുകുന്ന നദി ഭാരതപ്പുഴ. പിന്നെ ഇത് ഏതൊക്കെ മലനിരകൾക്കിടയിലാണെന്ന് ചോദിച്ചാൽ വടക്ക് നീലഗിരിക്കും തെക്ക് ആനമലയ്ക്കും ഇടയിലാണ്. എല്ലാം പ്രധാനപ്പെട്ടതാണ്. ശരി, നമ്മൾ വടക്ക് നിന്നും മധ്യഭാഗം വരെ എത്തി. ഇനി നമുക്ക് തെക്കൻ കേരളത്തിലെ പ്രധാന ചുരങ്ങളിലേക്ക് പോകാം. ഈ ചുരങ്ങൾ ഓർത്തിരിക്കാൻ ചില എളുപ്പവഴികളുണ്ട്. നോക്കൂ, ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കിയെ മധുരയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോ BM എന്ന് ഓർക്കുക. ബോഡിനായ്ക്കന്നൂർ മധുര. ഇതിലൂടെ പോകുന്ന ഹൈവേ NH 85 ആണ്. അപ്പോൾ BMW കാർ NH 85-ൽ ഓടിക്കുന്നു എന്ന് ഓർത്തുവെക്കാം. അടുത്തത് ആര്യങ്കാവ്. ഇത് പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ AC എന്നോർക്കാം. ആര്യങ്കാവ് ചെങ്കോട്ട. ഹൈവേ NH 744 ആണ്. അവസാനം കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം, അതാണ് ആലുവാമൂഴി. അപ്പം നമ്മൾ തുടങ്ങിയതും അവസാനിപ്പിച്ചതും വെച്ച് ഒരു താരതമ്യം നോക്കാം. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമേതാണ്? ആലട്ടി ചുരം. ഏറ്റവും തെക്കേ അറ്റത്തോ? ആലുവാമൂഴി ചുരം. സിമ്പിളല്ലേ? ഓക്കേ, ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നോക്കണ്ടേ? ഒരു ചെറിയ ടെസ്റ്റ്. 5 ചോദ്യങ്ങൾ. വേഗത്തിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. ഒന്നാമത്തെ ചോദ്യം ആ ക്ലാസിക് ട്രാപ്പ് ചോദ്യം തന്നെ. വയനാടിന്റെ കവാടം എവിടെയാണ്? രണ്ടാമത്തെ ചോദ്യം വരുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരമായ പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ ഏതാണ്? മൂന്നാമത്തെ ചോദ്യം പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നത് ഏത് ചുരമാണ്? നമ്മൾ പറഞ്ഞ AC എന്ന കോഡ് ഓർമ്മയുണ്ടോ? നാലാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ടതും. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമേതാണ്? അവസാനത്തെ ചോദ്യം ബോഡിനായ്ക്കന്നൂർ ചുരം. NH 85-ലെ ആ BMW ഓർമ്മയുണ്ടോ? ഇടുക്കിയിൽ നിന്ന് എങ്ങോട്ടാണ് ഈ വഴി പോകുന്നത്? ശരി, ഇനി ഉത്തരങ്ങൾ നോക്കാം. നിങ്ങൾക്ക് എത്രണ്ണം ശരിയായി? താമരശ്ശേരി ചുരം കോഴിക്കോടാണ്. പാലക്കാട് ചുരം NH 544. പുനലൂർ ചെങ്കോട്ട ആര്യങ്കാവ്. വടക്കേയറ്റത്ത് ആലട്ടി. പിന്നെ ബോഡിനായ്ക്കന്നൂർ പോകുന്നത് മധുരയിലേക്കും. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്കും വരുന്നതും.
ഇനി അവസാനമായി പരീക്ഷയുടെ തലേദിവസം പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചതെല്ലാം ഒറ്റനോട്ടത്തിൽ. വേണമെങ്കിൽ ഈ സ്ക്രീനൊന്ന് പോസ് ചെയ്ത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. കേരളത്തിലെ ചുരങ്ങളെക്കുറിച്ചുള്ള അവസാനവട്ട റിവിഷനെ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കട്ടെ.